ഹലോ എവരിവൺ. മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങളും എങ്ങനെ പരിഹരിച്ചെടുക്കാമെന്ന് നോക്കാം. ഒരു ദിവസം 100 മുതൽ 150 മുടി വരെ കൊഴിയുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള മുടിയുടെ ഏജിങ് പ്രോസസ്സ് കാരണമാണ്. അത് നോർമലാണ്. എന്നാൽ ഒരു 200-400 മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് മുകളിലായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് നോർമൽ അല്ല. അതിന് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ തേടേണ്ടതാണ്. ഇനി മുടി കൊഴിച്ചിലിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് പാരമ്പര്യം. പാരമ്പര്യമായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും മുടി തിന്നാവുന്നുണ്ട് അല്ലെങ്കിൽ കഷണ്ടി ഉണ്ടെങ്കിൽ അടുത്ത ജനറേഷനിലേക്കും അത് പാസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പാരമ്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താൽ പോലും എഫക്റ്റീവ് ആവണമെന്നില്ല. ഇനി അടുത്ത റീസൺ ആണ് താരൻ. താരൻ രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി, നമ്മുടെ സ്കിന്ന് സ്വാഭാവികമായിട്ട് തന്നെ ഡ്രൈ ആയി എക്സ്ഫോളിയേറ്റ് ആയിട്ട് പോവാറുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സ്കാൽപ്പും ഡ്രൈ ആയി എക്സ്ഫോളിയേറ്റ് ആവാറുണ്ട്. പലപ്പോഴും ആളുകൾ ഇത് താരനായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇത് താരനല്ല, ഇത് ശരീരത്തിന്റെ ഒരു സ്വാഭാവിക പ്രോസസ് മാത്രമാണ്. ഇതിനെ താരനായിട്ട് കണക്കാക്കേണ്ട. ഇത് ഹെയർ ലോസിന് കാരണവും ആവില്ല. എന്നാൽ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്. തലയിലോ സ്കാൽപ്പിലോ അല്ലെങ്കിൽ പുരുകത്തിലോ കൺപീലിയിലോ ഒക്കെ പൊറ്റ പോലെ അല്ലെങ്കിൽ ചെളുക്ക പോലെയൊക്കെ അടിഞ്ഞുകൂടുന്ന താരൻ. ഇത് സൂക്ഷിക്കേണ്ടതാണ്. ഇത് മുടികൊഴിച്ചിലിന് കാരണമാകും. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ ഉണ്ടാകാം. അസിഡിറ്റി ഉണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ ഉണ്ടാകും. തൈറോയിഡൈറ്റിസ് ഉള്ള ആളുകൾക്കും മുടികൊഴിച്ചിൽ ഉണ്ടാകും. തൈറോയിഡൈറ്റിസ് ഉള്ള ആളുകൾക്ക് ഒരുപക്ഷെ T3, T4, TSH ഇതിന്റെയൊക്കെ ലെവൽ നോർമൽ ആയിരിക്കും. പക്ഷേ തൈറോയിഡൈറ്റിസ് ഉണ്ടാകും. പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാകും ഈ തൈറോയിഡൈറ്റിസ് കാരണമാണ് മുടികൊഴിച്ചിൽ എന്ന്. PCOD ഉള്ള ആളുകൾക്ക്, അലർജി ഉള്ള ആളുകൾക്ക്, മാനസികമായിട്ട് പിരിമുറുക്കമുള്ള ആളുകൾക്ക് വെള്ളം മാറി ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊക്കെ മുടികൊഴിച്ചിലിന് കാരണമാകും. മുടിയുടെ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് ബയോട്ടിൻ. ബയോട്ടിന്റെ കുറവുണ്ടെങ്കിൽ മുടികൊഴിച്ചിൽ വരാം. അതുപോലെ DHT ഹോർമോൺ ഉണ്ട്. DHTയുടെ കുറവുണ്ടെങ്കിലും മുടികൊഴിച്ചിൽ വരാം. ഇതൊക്കെയാണ് മുടികൊഴിച്ചിലിന്റെ കോമൺ ആയിട്ടുള്ള ചില റീസൺസ്. എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മുടികൊഴിച്ചിൽ വരുന്നതെന്ന് മനസ്സിലാക്കാതെ ഡയറക്റ്റ് പോയിട്ട് PRP ട്രീറ്റ്മെന്റ് ഒക്കെ പോയി ചെയ്തു കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവണമെന്നില്ല. കുറച്ച് ടെമ്പററി ആയിട്ട് ഒരു 1 ഇയർ ഒക്കെ ചിലപ്പോൾ എഫക്റ്റീവ് ആയിരിക്കും. പക്ഷെ അതിനുശേഷം റൂട്ട് കോസ് കണ്ടെത്താത്തത് കാരണം മുടികൊഴിച്ചിൽ വീണ്ടും വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. എങ്ങനെയാണ് മുടികൊഴിച്ചിൽ മാറ്റിയെടുക്കുക? ആദ്യമായിട്ട് നോർമൽ ഡ്രൈ സ്കിന്ന് മൂലമുള്ള താരൻ കാറ്റഗറി ആണെങ്കിൽ ഡെയിലി ഓയിൽ അപ്ലൈ ചെയ്യുക. ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ അത്തരം മുടികൊഴിച്ചിൽ മാറിക്കിട്ടും. ഇനി രണ്ടാമത്തെ രീതിയിലുള്ള കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള താരനാണ്, പൊറ്റ പോലെ അടിഞ്ഞു കൂടിയിട്ടുള്ളതാണെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്യുക. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കീറ്റകോണസോൾ പോലെയുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നത് വഴി ഫംഗൽ ഇൻഫെക്ഷൻ മാറിക്കിട്ടും. സ്ഥിരമായി അലർജി ഉള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മുടി കൊഴിയുകയാണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറിക്കിട്ടും. ഇനി തൈറോയിഡൈറ്റിസ് മൂലമുള്ള പ്രശ്നമാണെങ്കിൽ എന്താ ചെയ്യുക? തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുക. DHT ഹോർമോണിന്റെ ഇംബാലൻസ് മൂലം മുടി കൊഴിച്ചിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പംകിൻ സീഡ് ധാരാളമായിട്ട് കഴിക്കുക. പംകിൻ സീഡ് കഴിക്കുന്നത് വഴി മുടി കൊഴിച്ചിൽ പ്രിവെന്റ് ചെയ്യും. ബയോട്ടിന്റെ കുറവൊക്കെ ആണെങ്കിൽ ബയോട്ടിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി സ്ട്രെസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ സ്ട്രെസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. പരമാവധി റിലാക്സ് ആവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് തന്നെ മുടി കൊഴിച്ചിൽ കുറഞ്ഞു കിട്ടും. പ്രസവത്തിന് ശേഷം സ്ത്രീകളിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അയൺ കുറഞ്ഞിട്ടൊക്കെയാണ് ഇങ്ങനെ മുടി കൊഴിച്ചിൽ വരുന്നത്. അത് അയൺ റിച്ച് ആയിട്ടുള്ള ഇരുമ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ സ്വാഭാവികമായിട്ട് തന്നെ പിന്നീട് നോർമൽ ആയിട്ട് വരും. സ്കാൽപ്പിൽ ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്യരുത്. അങ്ങനെ ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഷാമ്പു ചെയ്തിട്ട് കളയേണ്ടതാണ്. ഇല്ലെങ്കിൽ ഫോളിക്കുലൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യും. അതുകൊണ്ട് സ്കാൽപ്പിൽ ആരും ഓയിൽ ധാരാളമായിട്ട് അപ്ലൈ ചെയ്യരുത്. മുടി കൊഴിച്ചിൽ മാറാനുള്ള ഒരു ടിപ്പാണ് സ്കാൽപ്പ് നന്നായി മസാജ് ചെയ്യുക. ഡെയിലി ഉറങ്ങുന്നതിന് മുൻപായിട്ട് സ്കാൽപ്പ് ഒരു 10 മിനിറ്റ് നന്നായി മസാജ് ചെയ്യുന്ന സമയത്ത് തലയിലേക്കുള്ള രക്തോട്ടം വർദ്ധിക്കുകയും അങ്ങനെ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ രക്തത്തിലൂടെ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടി കുറച്ചുകൂടി സ്ട്രെങ്ത് ആവുകയും മുടി കൊഴിച്ചിൽ കുറയുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുകയാണെങ്കിലും മുടി കൊഴിച്ചിൽ ചെറിയ രീതിയിൽ കുറഞ്ഞു കിട്ടും. ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിൽ, മുടിയുടെ ഡാമേജ് ഒക്കെ ഒരു പരിധി വരെ തടയാൻ സാധിക്കും. ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ പെട്ടതാണ് തക്കാളി, അനാറ്, വത്തക്ക, ബ്ലാക്ക് കളറിലുള്ള മുന്തിരി. ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ മുടി കൊഴിച്ചിലും മുടിയുടെ ഡാമേജും ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും. ബ്ലാക്ക് കളറിലുള്ള അല്ലെങ്കിൽ ഡാർക്ക് കളറിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനും മുടിക്കും ഇത് വളരെ നല്ലതാണ്. മറ്റൊരു കാര്യം ചെയ്യാതിരിക്കേണ്ടത്, എത്ര മുടി കൊഴിയുന്നുണ്ടെന്ന് ഇങ്ങനെ എണ്ണി നോക്കി ടെൻഷൻ അടിക്കാതിരിക്കുക. ഇങ്ങനെ എണ്ണി നോക്കി മുടി കൂടുതലായി കൊഴിയുന്നുണ്ടെങ്കിൽ അത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യും. വീണ്ടും കൂടുതൽ മുടി കൊഴിയുന്നതിലേക്കും ലീഡ് ചെയ്യാം.
മുടി കൊഴിച്ചിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ PRP ട്രീറ്റ്മെന്റിനും പല എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിനും പോകാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ എന്നതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ മാത്രമാണ് അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് പോകേണ്ടതുള്ളൂ. മാത്രമല്ല PRP ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊരിക്കലും പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് നൽകില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ 1-2 വർഷം, അതിൽ കൂടുതലായിട്ട് നിങ്ങളുടെ മുടി അവിടെ തന്നെ നിൽക്കില്ല. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.